നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിന്റെ ഒരു സിംഗിൾ അപ്ഡേറ്റിനെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് സത്യം ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വീഡിയോ ചെയ്താലും വേണ്ടിയല്ല ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലായിക്കോളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറോടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വാട്സപ്പിൽ നോക്കി ഒരു നോർമൽ ഇന്റർഫേസ് ആണ്. ഇവിടെ അപ്ഡേറ്റ്സിൽ പോയി കഴിഞ്ഞാലും അതേപോലെ കമ്മ്യൂണിറ്റി കോൾസ്, ഇങ്ങനെ ഒരു നോർമൽ ഇന്റർഫേസ് തന്നെ. ഇത് വാട്സപ്പിന്റെ ബീറ്റാ വേർഷൻ അല്ല കേട്ടോ, നോർമൽ വേർഷൻ ആണ്. ബീറ്റാ വേർഷൻ അല്ലാഞ്ഞിട്ട് പോലും എനിക്ക് ഇതിലാണ് അപ്ഡേറ്റ് വന്നത്. ബീറ്റാ വേർഷൻ ഞാൻ മറ്റു വാട്സപ്പ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും ഞാൻ ഈ പറയാൻ പോകുന്ന അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാവേ, നിങ്ങൾ നോക്കിക്കോണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എൻ്റെ ഒരു കോൺടാക്റ്റ് ഇവിടെ ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ പ്രൊഫൈലിലേക്ക് പോവുകയാണ്. പ്രൊഫൈലിൽ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വാട്സപ്പിൽ ഇങ്ങനെ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ ആഡ് ടു ഫേവറേറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോൺടാക്ട് ഫേവറേറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഫേവറേറ്റിൽ ആഡ് ആയ കോൺടാക്ട് ഇനി നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് പറയാവേ. ഇവിടെ നോക്കി, മുമ്പ് ഇവിടെ 3 ഓപ്ഷൻസ് ആയിരുന്നു, 3 ടാബുകളായിരുന്നു നൽകിയിരുന്നത്. ഓൾ, അൺറീഡ്, ഗ്രൂപ്പ്സ്. ഓക്കെ, എന്നാൽ ഇവിടെ ഫേവറേറ്റ് എന്ന് പറയുന്ന പുതിയ ഒരു ടാബ് കൂടെ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കോൺടാക്ട് ഇവിടെ ഫേവറേറ്റിൽ ആഡ് ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ കോൺടാക്ട്സ് ഇതേപോലെ ഫേവറേറ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. കോൺടാക്ട്സ് മാത്രമല്ല, നമുക്ക് ഗ്രൂപ്പുകളും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഗ്രൂപ്പ് കൂടെ ഫേവറേറ്റിൽ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫേവറേറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത എല്ലാ കോൺടാക്ട്സും വന്നിട്ടുണ്ട്. വാട്സപ്പിൽ ഓൾറെഡി ഒരു ഫീച്ചർ ഉണ്ട്, നമുക്ക് ഫേവറേറ്റ് കോൺടാക്ട്സിൽ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്, 3 കോൺടാക്ട്സ് കൂടുതൽ നമുക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ കാണത്തില്ല. അപ്പൊ അവരെയൊക്കെ പലപ്പോഴും നമ്മൾ അവരുടെ പേര് സെർച്ച് ചെയ്തൊക്കെ തപ്പിയെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഈ ഫേവറേറ്റ് ടാബ് വന്നതോടുകൂടി ആ ഒരു പ്രശ്നം സോൾവ് ആവും. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ കോൺടാക്ട്സും നമുക്ക് ഈ ഫേവറേറ്റ് ടാബിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു സിമ്പിൾ ക്ലിക്കിൽ എല്ലാ കോൺടാക്ട്സും ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോട് ചെയ്തു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.